എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അകാല നരയാണ്. അകാല നര എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ, വളരെ നന്ന ചെറുപ്പമല്ല, ഒരു 20, 22, 23, 30 വയസ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് മുടി വെളുത്ത് വരുന്നത്, അതായത് കറുപ്പ് മാറി വെളുത്ത് വരുന്ന അസുഖത്തെയാണ് അകാല നര എന്ന് പറയുന്നത്. അകാല നര ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് പാരമ്പര്യമാണ്, രണ്ട് അമിതമായിട്ടുള്ള സ്ട്രെസ്, പിന്നെ ഉറക്കക്കുറവ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കെമിക്കൽസിന്റെ ഉപയോഗങ്ങൾ കൂടുതൽ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിനായിട്ട് കാരണം. പിന്നെ വൈറ്റമിൻ B12, അതേപോലെ അയണിന്റെ കുറവ്, ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് കുറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മുടി വെളുത്ത് വരാൻ സാധ്യത, അതായത് നര വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതിന് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിത്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഭക്ഷണത്തിൽ ഇലക്കറികൾ, കോഴിമുട്ട, ധാന്യങ്ങൾ, അങ്ങനെ കുറച്ച് പോഷക സംബന്ധമായിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. അതേപോലെ ഡെയിലി ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റോ എന്താ ചെയ്യുക, നല്ല തൈലം അല്ലെങ്കിൽ നല്ല എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് തല മസാജ് ചെയ്യുക. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ അകാല നര നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ കളരി ചികിത്സയിലും നാട്ടുവൈദ്യത്തിലും എന്താണ് ഇതിലുള്ള മരുന്ന് അല്ലെങ്കിൽ മരുന്ന് കൂട്ടുകൾ എന്താണ് ഉള്ളത് എന്ന് ഇന്നത്തെ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അതിന് ഒന്നാമത്തെ മരുന്ന് കൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരുന്ന് എന്ന് പറയുന്നത്, മൈലാഞ്ചി. നമ്മളെ പരിസരങ്ങളിൽ അല്ല നാടുകളിൽ, ഈ മറ്റേ അതിർവരമ്പുകളിൽ, പറമ്പുകളിൽ കാണപ്പെടുന്ന മൈലാഞ്ചി നമ്മൾ കയ്യിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ മൈലാഞ്ചി 2 പിടി പറിച്ചെടുക്കുക, ഇല മാത്രം 2 പിടി പറിച്ചെടുത്തതിന് ശേഷം കല്ലുപ്പിട്ട വെള്ളത്തിൽ എന്തായാലും മുക്കിയെടുക്കുക. മുക്കി കഴുകിയതിന് ശേഷം നിഴൽ പാകത്തിൽ, അതായത് നിഴലില് ഡയറക്റ്റ് വെയിലിലേക്ക് വെക്കാതെ നിഴലില് നമ്മളത് ഉണക്കിയെടുക്കുക. 2 ദിവസമെങ്കിലും ഉണക്കണം, എന്നാലും അതിന്റെ ഏകദേശം ഒരു നീര് പറ്റി തുടങ്ങുള്ളൂ. ഈ 2 ദിവസം ഉണക്കിയതിനു ശേഷം ഒരു ഡ്രൈ ഫോമിൽ, ഇപ്പൊ 2 ദിവസത്തിൽ കൂടുതലായാലും വിഷയമില്ല, അത് സൂര്യപ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചാണ് നിഴൽ പാകത്തിൽ നമുക്ക് ഉണക്കി കിട്ടുക. അപ്പൊ ഈ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ ഞെക്കി കഴിഞ്ഞപ്പോൾ പൊടിയണം. ഈ പൊടിയണ രീതിയിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണയിൽ 2 സ്പൂൺ ആട്ടിയ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ പൊടിച്ചത്, വളരെ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് പൊടിച്ചതിന് ശേഷം 1 സ്പൂണ് മൈലാഞ്ചി ഇട്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വെളുത്തതിന് ശേഷമുള്ള മുടിയുള്ള ആളുകൾക്കാണ് പറയുന്നത്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ ഉപയോഗിച്ച് അത് വാഷ് ചെയ്ത് ഒഴിവാക്കാം. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ, 1 മാസം അല്ലെങ്കിൽ 2 മാസങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ളമുടി അല്ലെങ്കിൽ അകാല നര ഉണ്ടായി വരുന്നത് തടയാൻ പറ്റുകയും കുറേയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ വെളുത്ത മുടി മാറിയതിനു ശേഷം കറുപ്പ് മുടിയായിട്ട് വരാൻ സാധ്യതയല്ല, അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ചെയ്തു ശ്രമിച്ചു നോക്കാം. ബാക്കി ഇനിയുള്ള അകാല നരയെ കുറിച്ചുള്ള കുറച്ച് മരുന്നുകൾ വരും വീഡിയോയിൽ ചെയ്യും. നന്ദി, നമസ്കാരം.